തോൽവിക്ക് ശേഷം പശ്ചിമ ബംഗാളിൽ CPIM ഇല്ലാതായി. ത്രിപുരയിൽ പിന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ത്രിപുരയുടെയും പശ്ചിമ ബംഗാളിന്റെയും വഴിയിലാണ് കേരളത്തിലെ CPM എങ്കിൽ പിന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് നമുക്ക് ഈ ആർക്കൈവൽ രേഖകളിലൊക്കെ ഉള്ള ഒരു പാർട്ടി നാമമായി മാത്രം ചുരുങ്ങിപ്പോകും. എങ്ങനെയാണ് 64 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ബ്ലോക്ക് ഇപ്പോൾ 5 പേർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ലോക്സഭയിൽ മാറിയെന്നുള്ളത് നമ്മുടെ ചരിത്രമാണ്. അതേപോലെ ഈ പാർട്ടി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും വലിയ തിരുത്തലുകൾ ആവശ്യമുണ്ട്. ഒരു ചരിത്ര വസ്തുത ഇന്ത്യൻ എക്സ്പ്രസ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 50 വർഷത്തിൽ ആദ്യമായി ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് പോലും ഇടത് ഭരണമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 50 വർഷങ്ങൾക്കിടെ 5 പതിറ്റാണ്ടിനിടെ ഒരിടത്തും ഇടതുപക്ഷ ഭരണമില്ലാത്ത ഒരവസ്ഥ സംജാതമായിരിക്കുന്നു. കേരളത്തിന് മുൻപ് ബംഗാൾ പോയി കഴിഞ്ഞപ്പോഴും ത്രിപുര ഉണ്ടായിരുന്നു. ത്രിപുരയും ബംഗാളും പോയി കഴിഞ്ഞപ്പോൾ കേരളം ഉണ്ടായിരുന്നു. ആ കേരളവും കേരളത്തിലെ ചുവന്ന വെളിച്ചവും അവസാനിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടാൽ LDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ആ തോൽവി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് CPMന്റെ രാഷ്ട്രീയ സാന്നിധ്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് മാറും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമായിട്ട് ഞാൻ വിലയിരുത്തുന്നു. ആവർത്തിച്ചു പറഞ്ഞത് BJPയുടെ അക്കൗണ്ടിനെ തുറക്കാൻ അനുവദിക്കില്ല എന്നാണ്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് 3 സീറ്റുകൾ ഈ പ്രാവശ്യം BJPക്ക് ജയിക്കാൻ സാധിച്ചത്. നേമത്ത് ഞങ്ങൾ നേരത്തെ ജയിച്ച മണ്ഡലമാണ്. കഴക്കൂട്ടത്തും ചാത്തന്നൂർ പുതിയ മണ്ഡലങ്ങൾ ജയിക്കാൻ സാധിച്ചിരിക്കുന്നു. മധ്യ കേരളത്തിൽ ഒരുപാട് മണ്ഡലങ്ങൾ ഞങ്ങൾ നിർണായകമായ ശക്തിയായിരിക്കുന്നു. ഇത് കേരളത്തിൽ ഒരു 3ാം ബദലിന് സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഫലമാണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്.